ഷേക്കിബാജ് മക്കി. ഷേക്കിബാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരി അല്ലെങ്കിൽ തന്നെ തന്നെ പൊക്കി പറയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. അഹങ്കാരിയായ ഒരു ഈച്ചയുടെ കഥയാണ് ഷേക്കിബാജ് മക്കി. ഏക് ദ ജംഗൽ. ഒരു കാടുണ്ടായിരുന്നു. ഉസ് ജംഗൽ മേ ഏക് ഷേർ ഭോജൻ കർക്കെ ആരാം കർ രഹാ താ. ആ കാട്ടിൽ ഒരു സിംഹം ആഹാരമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. ഭോജൻ എന്ന് പറഞ്ഞാൽ ആഹാരം, ഭക്ഷണം. ഇതനെ മേ ഏക് മക്കി ഉടുത്തി ഉടുത്തി വഹാ ആ പഹുഞ്ചി. അപ്പോഴേക്കും ഒരു ഈച്ച പറന്നു പറന്ന് അവിടേക്ക് എത്തിച്ചേർന്നു. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്നു പറന്ന്. ഷേർ നെ 2-3 ദിനോ സെ സ്നാൻ നഹി കിയാ താ. സിംഹമാകട്ടെ 2-3 ദിവസമായിട്ട് കുളിച്ചിട്ടില്ലായിരുന്നു. ഇസ്ലിയെ മക്കി ഷേർ കെ കാൻ കെ ഏക്ദം പാസ് ഭിൻ ഭിൻ കർനെ ലഗി. അതുകൊണ്ട് ഈച്ച സിംഹത്തിൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് വന്നിട്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഏക്ദം പാസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്. ബിൻ 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 എന്ന് പറയുന്നത് ഈച്ചയുണ്ടാക്കുന്ന ശബ്ദത്തിനാണ് അങ്ങനെ പറയുന്നത്. സിംഹം കുളിക്കാത്തതുകൊണ്ട് ഈച്ച സിംഹത്തിൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഷേർക്കോ ബഹുത് മുഷ്കിൽ സെ നീന്ത് ആയി തേ. സിംഹത്തിനാവട്ടെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഉറക്കം വന്നിട്ടുണ്ടായിരുന്നത്. ഉസ്നെ പഞ്ച ഉട്ടായ. പഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹത്തിൻ്റെ കൈ. സിംഹം തൻ്റെ കൈ അങ്ങ് ഉയർത്തി, ഈച്ചയ്ക്ക് നേരെ കൈ ഉയർത്തി. മക്കി ഉടുകയി. അപ്പോൾ ഈച്ച പറന്നുപോയി. ലേക്കിൻ ഫിർ സെ ഷേർ കെ കാൻ കെ പാസ് ഭിൻ ഭിൻ ശുരു ഹോ ഗയി. പക്ഷേ പിന്നെയും സിംഹത്തിൻ്റെ ചെവിക്കടുത്തേക്ക് വന്നിട്ട് ഈച്ച ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അബ് ഷേർക്കോ ഗുസ്സ ആയ. ഇപ്പോൾ സിംഹത്തിന് ദേഷ്യം വന്നു. വോ ദഹാഡ. ദഹാഡന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർജിക്കുക. സിംഹത്തിൻ്റെ ഗർജനത്തിനാണ് ദഹാഡന എന്ന് പറയുന്നത്. അരേ മക്കി ദൂർ ഹട്ട്. ഈച്ചയെ നീ ദൂരോട്ട് പോയിക്കോളൂ. വർണ തുജെ അഭി ജാൻ സെ മാർ ഡാലൂങ്ക. അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ ജീവനോടെ കൊന്നുകളയും. മക്കീനെ ധീരെ സെ കഹ. ഈച്ച മെല്ലെ പറഞ്ഞു. ഛീ ഛീ, ജംഗൽ കെ രാജാ കെ മുഹ് സെ ഏസി ഭാഷ കഹി ശോഭ ദേത്തി ഹൈ. കാട്ടിലെ രാജാവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള സംസാരമൊക്കെ ശരിയാണോ? ഷേർ കാ ഗുസ്സ ബഡ് ഗയ. സിംഹത്തിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു, കൂടുതലായി. ഉസ്നെ കഹ ഏക് തോ മുझे സോനെ നഹി ദേത്തി ഊപ്പർ സെ മേരെ സാമനെ ജവാബ് ദേത്തി ഹൈ. ഒന്നാമത് നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, അത് കൂടാതെ ഇങ്ങനെയൊക്കെ പറയുകയുമാണോ? ചുപ് ഹോജ. മിണ്ടാതിരിക്ക്. വർണ അഭി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ. മക്കി ബോലി. ഈച്ച പറഞ്ഞു. വർണ ക്യാ കർ ലോഗെ. അല്ലെങ്കിൽ നീ എന്തു ചെയ്യും? മേ ക്യാ തുംസെ ഡർ ജാഊംഗി. ഞാൻ നിന്നെ പേടിച്ചിരിക്കുകയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? മേ തോ തുംസെ ഭി ലഡ് സക്തി ഹൂം. എനിക്ക് നിന്നെയും തോൽപ്പിക്കാൻ കഴിയും. ഹിമ്മത് ഹോ തോ ആ ജാവോ. ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ എന്ന് ഈച്ച സിംഹത്തിനോട് പറഞ്ഞു. ഷേർ ആഗ് ബബൂല ഹോ ഉട്ട. ആഗ് ബബൂല ഹോ ഉട്ട എന്ന് പറഞ്ഞാൽ ഒരു മുഹാവര ആണ്. ഇതിൻ്റെ അർത്ഥം ബഹുത് ഗുസ്സ അജാന, അതായത് വളരെയധികം ദേഷ്യം വരിക. സിംഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ഉസ്നെ കാൻ കെ പാസ് പഞ്ച മാര. അപ്പോൾ സിംഹം സ്വന്തം ചെവിയുടെ അടുത്ത് കൈ വീശി. മക്കി തോട് ഗയി. ഈച്ച പറന്നുപോയി. പർ കാൻ ജര ചിൽ ഗയ. പക്ഷേ ചെവിക്കടുത്തുള്ള തൊലി ചെറുതായിട്ടൊന്ന് നീങ്ങി, അവിടെ മുറിവ് പറ്റി. ചിൽ ജാന എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക. മക്കി ഉടുക്കർ ഷേർ കി നാക്ക് പർ ബൈഠ് ഗയി. ഈച്ച പറന്നു വന്നിട്ട് പിന്നെ സിംഹത്തിൻ്റെ മൂക്കിന് മുകളിൽ വന്നിരുന്നു. തോ ഉസ്നെ മക്കിക്കോ ഫിർ പഞ്ച മാര. അപ്പോൾ സിംഹം ഈച്ചയെ വീണ്ടും കൈവീശി അടിക്കാൻ നോക്കി. മക്കി ഉടുകയി. ഈച്ച പിന്നെയും പറന്നുപോയി. അബ് കി ബാർ ഷേർ കി നാക്ക് ചിൽ ഗയി. ഇപ്പോഴോ സിംഹത്തിൻ്റെ മൂക്കിനാണ് മുറിവ് പറ്റിയത്.
ഈച്ചയെ അടിക്കാൻ ശ്രമിക്കും തോറും സിംഹത്തിനു തന്നെ മുറിവ് പറ്റിക്കൊണ്ടേയിരുന്നു. സിംഹത്തിൻ്റെ നഖം തട്ടിയിട്ട് സ്വയം മുറിവ് പറ്റിക്കൊണ്ടേയിരുന്നു. മക്കി കബി ഷേർ കെ മാഥേ പർ ബൈഠത്തി, കബി ഗാൽ പർ തോ കബി ഗർദൻ പർ. ഈച്ച സിംഹത്തിൻ്റെ നെറ്റിയിൽ വന്നിരുന്നു. മാത്ത എന്ന് പറഞ്ഞാൽ നെറ്റി. പിന്നെ ഇടയ്ക്ക് ഗാൽ പർ, ഗാൽ എന്ന് പറഞ്ഞാൽ കവിളിൽ വന്നിരുന്നു. തോ കബി ഗർദൻ പർ, ചിലപ്പോഴൊക്കെ കഴുത്തിലും വന്നിരുന്നു. शेर पंजा मारता जाता और खुद को घायल करता जाता, मक्की तो फट से उठ जाती. സിംഹം കൈവീശി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സ്വയം മുറിവ് പറ്റിക്കൊണ്ടേയിരുന്നു സിംഹത്തിന്. ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക, ഗായൽ കർണ. മക്കി തോ ഫട്ട് സെ ഉഡ് ജാത്തി, ഈച്ച പെട്ടെന്ന് തന്നെ പറന്നു പോവുകയും ചെയ്യുന്നു. ഫട്ട് സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ. अंत में शेर ऊब गया, थक गया. അവസാനം സിംഹം ക്ഷീണിച്ചു. സിംഹത്തിന് ബോറടിച്ചു. थक गया, ക്ഷീണിച്ചു. वो बोला, मक्की बहन अब मुझे छोड़ो, मैं हारा और तुम जीती, बस. ഈച്ച സഹോദരി, ഇനി എന്നെ വിട്ടോളൂ, ഞാൻ തോറ്റു, നീ ജയിച്ചു. ശരി, ഇനി എന്നെ വിട്ടോളൂ എന്ന് സിംഹം ഈച്ചയോട് പറഞ്ഞു. മക്കി ഗമണ്ട് മേ ചൂർ ഹോക്കർ ഉടുത്തി ഉടുത്തി ആകെ ബടി. ഗമണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഗമണ്ട് മേ ചൂർ ഹോക്കർ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ മുഴുകിയിട്ട്. ഈച്ച അഹങ്കാരത്തിൽ മുഴുകിയിട്ട് പറന്ന് പറന്ന് മുന്നോട്ട് പോയി. സാമനെ ഏക് ഹാത്തി മില. അപ്പോഴോ മുന്നോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനയെ കണ്ടു. മക്കീനെ കഹ. ഈച്ച ആനയോട് പറഞ്ഞു, അരേ ഹാത്തി മുझे പ്രണാം കർ. ആനേ, എന്നെ നീ നമസ്കരിക്കൂ. മേനെ ജംഗൽ കെ രാജ ഷേർ കോ ഹരായാ ഹെ. ഞാൻ കാട്ടിലെ രാജാവായ സിംഹത്തെ തോൽപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇസ്ലിയെ ജംഗൽ മേ അബ് മേരാ രാജ് ചലേഗ. അതുകൊണ്ട് കാട്ടിൽ ഇനി എൻ്റെ അധികാരമാണ് ഉണ്ടാവുക. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നൊക്കെ ഈച്ച ആനയോട് പറഞ്ഞു. ഹാത്തിനെ സോച്ച. അപ്പോൾ ആന ചിന്തിച്ചു, ഇസ് പാഗൽ മക്കി സെ ബഹസ് കർണേ മേ സമയ കോൺ ബർബാദ് കരേ. ഈ ഈച്ചയോട് ബഹസ് കർണ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സംസാരിക്കുക, ആർഗ്യുമെൻ്റ് ചെയ്യുക. ഇങ്ങനെ ആവശ്യമില്ലാതെ ഈച്ചയോട് സംസാരിച്ചിട്ട് എൻ്റെ സമയം എന്തിനാണ് ഞാൻ വേസ്റ്റ് ആക്കുന്നത് എന്ന് ആന ചിന്തിച്ചു. ഹാത്തിനെ സൂണ്ട് ഊപ്പർ ഉഠാക്കർ മക്കി കോ പ്രണാം കിയ. ആന എന്ത് ചെയ്തു? സൂണ്ട് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ പൊന്തിച്ചിട്ട്, മുകളിലോട്ട് പൊന്തിച്ചിട്ട് ഈച്ചയെ നമസ്കരിച്ചു. ഓർ ആകെ ബഡ് ഗയ, എന്നിട്ട് മുന്നോട്ട് നടന്നുപോയി. സാമനെ സെ ആ രഹി ലോമഡീനെ യേ സബ് ദേഖ. അപ്പോൾ ഒരു കുറുക്കൻ അതിലെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ കുറുക്കന് ഇതെല്ലാം കണ്ടു. ലോമഡി മന്ദ മന്ദ മുസ്കുരാനെ ലഗി. കുറുക്കന് ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. ഇത്തനെയമ്മേ മക്കീനെ ലോമഡി സെ കഹ. അപ്പോഴേക്കും ഈച്ച കുറുക്കനോട് പറഞ്ഞു, അരേ ഓ ലോമഡി ചൽ മുझे പ്രണാം കർ. ഏ കുറുക്ക, ഇനി എന്നെ നമസ്കരിക്കൂ. മേനെ ജംഗൽ കെ രാജ ഷേർ ഓർ വിശാലക്കായ് ഹാത്തി കോ ഭി ഹരാ ദിയാ ഹെ. ഞാൻ കാട്ടിലെ രാജാവായ സിംഹത്തെയും വിശാലക്കായ് എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ ശരീരമുള്ള, വലിയ ശരീരമുള്ള ആനയെയും ഒക്കെ തോൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലോമഡീനെ ഉസേ പ്രണാം കിയ, ഫിർ ധീരെ സെ ബോലി. കുറുക്കൻ എന്ത് ചെയ്തു? ഈച്ചയെ നമസ്കരിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ധന്യ ഹോ മക്കി റാണി, ധന്യ ഹോ. ധന്യ ഹെ ആപ്കാ ജീവൻ ഓർ ധന്യ ഹെ ആപ്കെ മാതാപിത. നിങ്ങൾ വലിയ ആളാണ് മക്കി റാണി. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ അനുഗ്രഹീതരാണ്. ലേക്കിൻ മക്കി റാണി ഉധർ വോ മക്കടി ദിക്കായി ദേ രഹി ഹെ നാ, വോ ആപ്കോ ഗാലി ദേ രഹി തി, ഉസ്കി ജറാ ഖബർ ലോന. പക്ഷേ ഈച്ച റാണി, അവിടെ ഒരു മക്കടി എന്ന് പറഞ്ഞാൽ ചിലന്തി, അവിടെ ഒരു ചിലന്തിയെ നിങ്ങൾ കാണുന്നില്ലേ? വോ ആപ്കോ ഗാലി ദേ രഹി തി, നിങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്തത് പറയുകയാണ്.
ഉസ്കി ജറാ ഖബർ ലോന. ജറാ ഖബർ ലോന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാൻ. യഹ് സുൻകർ മക്കി ഗുസ്സെ സെ ലാൽ ഹോ ഉട്ടി. ഇത് കേട്ടപ്പോൾ ഈച്ചയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. ഗുസ്സെ സെ ലാൽ ഹോ ജാന എന്ന് പറഞ്ഞാൽ വളരെയധികം ദേഷ്യം വരിക എന്നാണ് അർത്ഥം. മക്കി ബോലി, ഈച്ച പറഞ്ഞു, ഉസ് മക്കടി കോ തോ മൈ ചുട്കി ബജാത്തെ ഖത്തം കർ ദേത്തി ഹൂം. ആ ചിലന്തിയെ ഞാൻ ചുട്കി ബജാത്തെ എന്ന് പറഞ്ഞാൽ ഞൊടിയിടയിൽ, അതായത് ഒരു നിമിഷ നേരം കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ആ ചിലന്തിയെ ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കും എന്ന് ഈച്ച പറഞ്ഞു. ये कहते हुए മക്കി മക്കടി की तरफ झपटी. झपटना എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഈച്ച ചിലന്തിക്ക് നേരെ ചാടി വീണു. മക്കടിക്ക് ജാലമേ ഫസ് ഗയി. അപ്പോൾ ഇങ്ങനെ ചാടിയപ്പോൾ, ചിലന്തിയുടെ നേരെ ചാടിയപ്പോൾ ഈച്ച ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയി. മക്കി ജാലെ സെ ചൂട്ടനെ की ज्यों ज्यों कोशिश करती गई त्यों त्यों और भी अधिक फंसती गई. ഈച്ച ചിലന്തി വലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്രത്തോളം ശ്രമിച്ചുവോ അത്രത്തോളം അതിൽ കുടുങ്ങിക്കൊണ്ടേയിരുന്നു. ജ്യോ ജ്യോ എന്ന് പറഞ്ഞാൽ ജേസെ ജേസെ എത്രത്തോളം, ത്യോ ത്യോ എന്ന് പറഞ്ഞാൽ വേസെ വേസെ അത്രത്തോളം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നിട്ടും അതിൽ കുടുങ്ങിക്കൊണ്ടേയിരുന്നു. അന്തമേ വ ധക്ക് ഗയി ഹാർ ഗയി. അവസാനം ഈച്ച ക്ഷീണിച്ചു, തോറ്റുപോയി. യേ ദേഖകർ ലോമഡി മന്ദ മന്ദ മുസ്കുരാത്തി ഹുയി വഹാ സെ ചൽത്തി ബനി. ഇത് കണ്ടിട്ട് കുറുക്കൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോയി. കേസി ലഗി കഹാനി. നിങ്ങൾക്ക് ഈ കഥ എങ്ങനെയാണെന്ന് തോന്നിയത്? കക്ഷാമേ സാത്തിയോं के साथ बातचीत करो. ക്ലാസ്സിൽ കൂട്ടുകാരോടൊപ്പം സംസാരിക്കൂ. തുമേ കഹാനി മേ കോൺ സബ്സെ അച്ഛാ ലഗാ ക്യോ. ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? कहानी में सबसे ज़्यादा मुझे लोमड़ी अच्छी लगी. उसने अपनी होशियारी से मक्खी को मकड़ी के जाले में फंसाकर मक्खी के घमंड को तोड़ दिया. കഥയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുറുക്കനെയാണ്. എന്തുകൊണ്ടെന്നാൽ കുറുക്കൻ അതിൻ്റെ സാമർഥ്യം കൊണ്ട് ഈച്ചയെ ചിലന്തി വലയിൽ കുടുക്കിയിട്ട് തോൽപ്പിച്ചു കളഞ്ഞു. അഹങ്കാരം ഇല്ലാതാക്കി ഈച്ചയുടെ. मक्खी मकड़ी के जाल में फंस गई थी. फिर क्या हुआ होगा? കഹാനി ആകെ ബഡാവോ. ഈച്ച ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയിരുന്നു. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? കഥയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. എന്തായിരിക്കും സംഭവിച്ചത്? മക്കി ജാൽ മേ ഫസ് കർ ധക്ക് ഗയി ഹോഗി ഓർ മക്കടീനെ ഉസെ മാർ ഡാലാ ഹോഗ. ഈച്ച വലയിൽ കുടുങ്ങിയിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ ചിലന്തി ഈച്ചയെ കൊന്നു കളഞ്ഞിട്ടും ഉണ്ടാകും. कहानी का नाम. अगर कहानी का नाम मक्खी को ध्यान में न रखकर लोमड़ी और शेर को ध्यान में रखकर लिखा जाता तो उसके क्या क्या नाम हो सकते थे? ഈ കഥയിൽ ഈച്ചയല്ലാതെ നമ്മൾ കുറുക്കനെയോ സിംഹത്തെയോ ഒക്കെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് പേര് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കൊടുക്കുക? ചാലാക് ലോമഡി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഷേർ ഓർ ലോമഡി കോൺ ഹെ ബുദ്ധിമാൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഷേർ ഹാര മക്കീസ് എന്നും കൊടുക്കാം. ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഇനി വേറെ പേര് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കൊടുക്കാം. अब तुम कहानी के लिए एक और नया शीर्षक सोचो. ഇനി നിങ്ങൾ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു ഹെഡിങ് നോക്കണം. ഈ ശീർഷക് കഹാനി കെ കിസി പാത്ര പർ നഹി ഹോനാ ചാഹിയേ. ഇതിലുള്ള ഓരോ കഥാപാത്രത്തിൻ്റെയും പേര് ആയിരിക്കരുത്. കഹാനി കെ കിസി ഘടന കെ ബാരെ മേ ശീർഷക് ഹോ സക്താ ഹൈ. കഥയിലുള്ള ഏതെങ്കിലും
സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഹെഡിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്താണ് കൊടുക്കുക? ഏക് ഗമണ്ഡി കി ഹാർ, ഒരു അഹങ്കാരിയുടെ തോൽവി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ശക്തിശാലി സെ ബുദ്ധിമാൻ ബഡ, അങ്ങനെയും കൊടുക്കാം. ഷേർ കി ജഗ തും, മക്കി ने जब शेर को जगाया तो वह आग बबूला हो गया. तुम्हें जब कोई गहरी नींद से जगाता है तो तुम क्या करते हो? സിംഹത്തെ ഈച്ച ഉണർത്തിയപ്പോൾ സിംഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഉണർത്തിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? जब मैं गुस्सा होता हूँ तब मैं किसी से बात नहीं करता. അപ്പോൾ ദേഷ്യം വരുമെന്ന് എഴുതാം. मक्खी उड़ाते उड़ाते शेर ऊब गया था. तुम क्या करते करते ऊब जाते हो? ഈച്ചയെ പറത്തിച്ച് പറത്തിച്ച് സിംഹം ബോറടിച്ചു പോയി. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ബോറടിക്കാറുള്ളത്? मैं अपने रूठे हुए दोस्तों को मनाते मनाते ऊब जाता हूँ. ഞാൻ എൻ്റെ പിണങ്ങിപ്പോയ ഫ്രണ്ട്സിനെയൊക്കെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ബോറടിച്ചു പോകുന്നു എന്ന് എഴുതാം. मान लो तुम शेर हो. मक्खी ने तुम्हारे साथ जो कुछ भी किया वो लोमड़ी को बताओ. നിങ്ങൾ സിംഹമാണെന്ന് കരുതുക. അപ്പോൾ ഈച്ച നിങ്ങളെ കൂടെ എന്താണ് ചെയ്തത് എന്ന് കുറുക്കനോട് പറയണം. അതാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? ലോമड़ी बहन, एक छोटी सी मक्खी ने आज मुझे बहुत परेशान किया. ഒരു ചെറിയ ഈച്ച ഇന്ന് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. छोटी सी है पर मुझे लड़ने के लिए बुलाती है. ചെറുതാണ്, പക്ഷെ എന്നെ തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. मैं तो उसे पकड़ नहीं पाया. എനിക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ല. तुम ही कोई तरकीब निकालो और उस घमंडी मक्खी को सबक सिखाओ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടിട്ട് ആ അഹങ്കാരിയായ ഈച്ചയെ ഒരു പാഠം പഠിപ്പിക്കൂ. അടുത്ത പേജ് നോക്കാം. शेर तो भोजन करके आराम कर रहा था. तुम खाना खाकर क्या करते हो? സിംഹം ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അക്സർ, എപ്പോഴും എന്താണ് ചെയ്യുന്നത്? സ്കൂൾ കാ ഗൃഹകാരി കർത്താ ഹൂം, ഹോംവർക്കൊക്കെ ചെയ്യും. കഭി കഭി, ചിലപ്പോഴൊക്കെ ടി വി ദേഖ്താ ഹൂം എന്ന് എഴുതാം. शेर ने भोजन में क्या खाया होगा? तुम क्या क्या खाते हो? സിംഹം ആഹാരമായിട്ട് എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാറുള്ളത്? സിംഹം എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? ഏതെങ്കിലും മൃഗത്തിൻ്റെ മാംസമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. കിസി ജാൻവർ കാ കച്ച മാംസ്. നമ്മളൊക്കെ എന്താ കഴിക്കുന്നത്? ദാൽ, ചാവൽ, റോട്ടി, സബ്ജി ഇത്യാദി. പച്ചക്കറികളും ചോറും പരിപ്പ് കറിയും ചപ്പാത്തിയും ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. കിസ്നെ ക്യാ കഹ, ആര് എന്തു പറഞ്ഞു? नीचे कहानी से जुड़ी तस्वीरें दी गई है, उसमें कुछ न कुछ बोला जा रहा है, सोचो और लिखो कौन क्या बोल रहा है. താഴെ നമ്മുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര് ആരോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ എഴുതണം. ഈച്ച സിംഹത്തോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ജംഗൽ കെ രാജാ കെ മുഹ് സേ ऐसी ഭാഷ ശോഭ ദേത്തി ഹെ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ സിംഹം ഈച്ചയോട് എന്താണ് പറഞ്ഞത്? മക്കി ബഹൻ, അബ് മുझे छोड़ो, मैं हारा और तुम जीते. ഇപ്പോൾ ഈച്ച ആനയോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?
ए हाथी चल मुझे प्रणाम कर, मैंने जंगल के രാജ ഷേർ को हराया है. പിന്നെ ഈച്ച കുറുക്കനോട് എന്താണ് പറഞ്ഞത്? ए लोमड़ी चल मुझे प्रणाम कर, मैंने जंगल के राजा को हराया है. കുറുക്കന് ഈച്ചയോട് എന്താണ് പറഞ്ഞത്? മക്കി റാണി വൽ മക്കടി ആപ്കോ ഗാലി ദേ രഹി ഹെ, ജറാ ഉസ്കി ഖബർ തോ ലോ എന്നാണ് കുറുക്കൻ ഈച്ചയോട് പറഞ്ഞത്. കോൺ ക്യാ കഹാനി കെ ഹിസാബ് സെ ബത്താവോ. കഥയിലുള്ളതനുസരിച്ചിട്ട് നമ്മൾ പറയണം. ഗമണ്ടി അഹങ്കാരി ആരായിരുന്നു? മക്കി ഈച്ച. ചതുർ നല്ല സാമർഥ്യമുള്ളതാർക്കായിരുന്നു? ലോമടിക്ക് കുറുക്കന്. സമജ്ദാർ നല്ല വിവരത്തോടു കൂടി പ്രവർത്തിച്ചത് ഹാത്തി ആന. ഡർപോഗ് പേടിച്ചിട്ടിരുന്നത് ആരായിരുന്നു? ഷേർ സിംഹം. സബ്സെ ചതുർ ഏറ്റവും സാമർഥ്യമുള്ളത് കുറുക്കന് തന്നെ, ലോമടി. ആലസി മടിയനായിട്ടിരുന്നത് ഇതിൽ ഹാത്തി ആന. चुटकी बजाते ही. चुटकी बजाने का मतलब होता है बहुत जल्दी कर लेना. ചുട്കി ബജാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക. തും കോൺ കോൺ സേ കാം ചുട്കി ബജാത്തെ ഹി കർ ലേത്തെ ഹോ ബത്താവോ. നിങ്ങൾ ഏതൊക്കെ ജോലികളാണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാറുള്ളത് എന്ന് നിങ്ങൾ പറയണം, എഴുതണം. അബ് തും അപ്നി ഏക് ടോലി ബനാവോ, തും മേ സേ ഏക് ലീഡർ ബനേഗ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ടോലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. അതിൽ ഒരാൾ ലീഡർ ആവണം. വോ ബാക്കി ബച്ചോങ്കോ കർണേ കെ ലിയേ കാം ദേഗ. ബാക്കിയുള്ള കുട്ടികൾക്ക് ആ ലീഡർ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൊടുക്കണം. ജിസെ ചുട്കി ബജാത്തെ ഹി കർണാ ഹോഗ. അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം ബാക്കിയുള്ള കുട്ടികൾ. ജैसे बाहर से 5 पत्तियां लाओ और उनके नाम बताओ, या ഷേക്കിബാജ് മക്കി കെ പാത്രോം കെ നാം ബത്താവോ. ഇങ്ങനെ ഉദാഹരണമായിട്ട് പുറത്തുനിന്ന് കുറച്ച് ഇലകൾ കൊണ്ടുവരിക, 5 ഇലകൾ കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെയൊക്കെ പേര് പറയുക. അല്ലെങ്കിൽ ഈ ഷേക്കിബാജ് മക്കിയിലെ കഥാപാത്രങ്ങളുടെ പേര് പറയുക. ഇതൊക്കെ ചെയ്യാം. ജോ സബ്സെ ജൽദി കർലെ വോ ലീഡർ ബനേഗ. ആരാണോ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നത് അവരെ ലീഡറാക്കാം. രാസ്ത ढूंढो വഴി കണ്ടുപിടിക്കൂ. ये मकड़ी उस रास्ते से जाना चाहती है जिस पर चलकर सबसे ज़्यादा जाले मिले. ഈ ചിലന്തിക്ക് ഏറ്റവും കൂടുതൽ വലയുള്ള വഴിയിലൂടെ പോകാനാണ് ഇഷ്ടം. अंदर जाने के लिए 1, 2, 3, 4 और 5 में से कौन सा रास्ता होगा. ഇതിൽ ഏറ്റവും കൂടുതൽ ചിലന്തി വലയുള്ള വഴി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ 4ാമത്തെ വഴിയിലാണ് ഏറ്റവും കൂടുതൽ ചിലന്തി വലയുള്ളത്. അതിൽ 8 വലകളുണ്ട്. ഭാഷാ കി ബാത്ത്. ഇൻ വാക്യോं को अपने ढंग से लिखकर बताओ. ഷേർ ആഗ് ബബൂല ഹോട്ട. അതിൻ്റെ അർത്ഥം എന്താണ്? ഷേർ കോ ബഹുത് ഗുസ്സ ആ ഗയ. സിംഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. അടുത്തത് ഉസ്കി ജറാ ഖബർ ലോന. അതിൻ്റെ അർത്ഥം ഉസ്കോ ജറാ സബക് തോ സിക്കാവോ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഉസ് മക്കടി കോ തോ മേ ചുട്കി ബജാത്തെ ഹി ഖത്തം കർ ദേത്തി ഹൂം. ഉസ് മക്കടി കോ തോ മേ ജൽദി സെ ഖത്തം കർ ദേത്തി ഹൂം എന്നാണ് അതിൻ്റെ അർത്ഥം. जंगल के राजा के मुंह से ऐसी भाषा कहीं शोभा देती है. അതിൻ്റെ അർത്ഥം ജംഗൽ കി രാജാക്കോ ഏസി ബാത്തെ നെഹി ബോൽനാ ചാഹിയെ. കാട്ടിലെ രാജാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇൻകെ പാസ് തുമ്നെ അക്സർ കിൻ കിൻ കോ ഉഡ്ത്തെ മൻഡ്രാത്തെ ദേഖാ ഹെ. ജൽത്തെ ബൾബ് കെ ആസ്പാസ്. കത്തുന്ന ബൾബിന് ചുറ്റും നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? കീടെ പ്രാണികളെ കാണാം, ചിപ്കലി പല്ലിയെയും കാണാം. ഖേത്തോമേ വയലിലോ,
മക്കി, ഈച്ചയെ കാണാം. ടിഡ്ഡെ, പച്ചത്തുള്ളനെയും കാണാം. ഇക്കട്ടെ പാനിക്ക് ഊപ്പർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ. മച്ചർ, കൊതുകിനെ കാണാം. കീടെ, കീടങ്ങളെയും പ്രാണികളെയും കാണാം. ഫൂലോംബർ, പൂവിൻ്റെ മുകളിലോ? തിത്തലി, പൂമ്പാറ്റയെ കാണാം. മധുമക്കി, തേനീച്ചയെയും കാണാം. കച്ചരയ്ക്ക് ഡേർ പർ, വേസ്റ്റിൽ. മക്കി, ഈച്ചയെയും കാണാം. മച്ചർ, കൊതുകിനെയും കാണാം. ഹൽവായിക്ക് മിഠായിയം പർ, മധുര പലഹാരങ്ങളുടെ മുകളിൽ മക്കി, ഈച്ചയും ഉണ്ടാകും. മധുമക്കി, തേനീച്ചയും ഉണ്ടാകും. കോൺ ഹേ ഷേക്കിബാജ്, ആരാണ് അഹങ്കാരി? ക്യാ തും കിസി ഷേക്കിബാജ് കോ ജാൻതേ ഹോ, നിങ്ങൾ ഏതെങ്കിലും അഹങ്കാരിയായ ആളെ കണ്ടിട്ടുണ്ടോ? കോൺ ഹേ വോ, ആരാണ് അയാൾ? വോ കിസ് ചീസ് കെ ബാരെ മേ ഷേക്കി ബക്കാർത്താ ഹേ, എന്തിനെ പറ്റിയാണ് അവർ അഹങ്കാരം പറയുന്നത്? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇങ്ങനെയും എഴുതാം. മേ ഏക് ഷേക്കിബാജ് കോ ജാൻതാ ഹൂം, എനിക്കൊരു അഹങ്കാരിയായ ആളെ അറിയാം. വോ മേരെ പഡോസി ഹേ, അതെൻ്റെ അയൽവാസിയാണ്. വോ അപ്നെ ഘർ മേ ബഹുത് അധിക് ചീസേ ഹോനെ കി ഷേക്കി ബക്കാർത്താ ഹേ, അവരുടെ വീട്ടിൽ വളരെയധികം സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് പറയുന്നു. वो कहता है हमारे पास विदेशी टेलीविज़न, कैमरा, कपड़े इत्यादि बहुत कुछ सामान है. അവർ പറയുന്നു ഞങ്ങളുടെ അടുത്ത് ടിവിയും ക്യാമറയും ഡ്രസ്സുകളും അങ്ങനെ പലതരം സാധനങ്ങളുമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അഹങ്കരിക്കുന്നു എന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുമൊക്കെ എഴുതാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.